ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്പ് പറയാനാണ് കേട്ടോ. ഇതൊരു ഫുഡ് ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് കേരളീയ ഭക്ഷണത്തിലൊക്കെ നമ്മൾ എപ്പോഴും ചേർക്കുന്നതാണ് തേങ്ങ അല്ലേ. അപ്പോൾ ഈ തേങ്ങ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ പാലൊക്കെ പിഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന തേങ്ങാപ്പീര നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമ്മളത് കളയാണ് പതിവ്. പക്ഷെ അത് കളയരുത്. ഇത്രയും നല്ല ഒരു ഒത്തിരി ഗുണങ്ങളുള്ള വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കളയുന്ന വസ്തുക്കളിൽ നമുക്ക് അതിന്റെ ഒരു വില അറിയാത്തത് കൊണ്ടാണ് നമ്മളത് കളയുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു തേങ്ങാപ്പീര കൊണ്ട് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുണ്ടാക്കാൻ പറ്റും തേങ്ങാപ്പീര കൊണ്ടെന്ന്. നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വേണം പറയാനായിട്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ തേങ്ങാപ്പീര കൊണ്ട്. അത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, തേങ്ങാപ്പീര എന്ന് പറയുന്നതിൽ ഒത്തിരി ഫൈബർ, അതുപോലെ ഒത്തിരി ന്യൂട്രിയൻസ് ഉണ്ട്, അതുപോലെ ലോ കാർബോ ആണ്, അതുപോലെ ലോ ഫാറ്റ് ആണ്, ഗ്ലൂട്ടൻ ഇല്ല, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ഒരു തേങ്ങാപ്പീര കൊണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ വില അറിയാതെ നമ്മൾ ദൂരെ വലിച്ചെറിഞ്ഞ് കളയാണ് പതിവ്. ഇപ്പോഴത്തെ ഒരു പഠനങ്ങളൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ എപ്പോഴും നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗോതമ്പ് മാവാണ് തമിഴ് ഭേദം എന്നാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഗോതമ്പ് മാവ് കൊണ്ട് എന്തുണ്ടാക്കിയാലും നമ്മളെ സന്തോഷമാണ് നമുക്ക്. കാരണം അത് ധൈര്യമായി കഴിക്കാം, അത് വലിയ രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യില്ല എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. കറക്റ്റാണ്. മറ്റുള്ള ഒരു മാവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗോതമ്പ് മാവ് തന്നെയാണ് നല്ലത്. പക്ഷെ ഈ ഗോതമ്പ് മാവിനേക്കാളും വളരെ എന്തുകൊണ്ടും ഈ ഒരു പഠനങ്ങൾ പറയുന്നത് 5 ഇരട്ടി നല്ലതാണ് ഈ തേങ്ങ കൊണ്ടുള്ള പൊടി എന്നാണ് പറയുന്നത്. ഇതിനെ കോക്കനട്ട് ഫ്ലവർ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ തേങ്ങാപ്പൊടി എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. തേങ്ങാപ്പീര കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പൊടി എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. ഇനി കളയരുതാരും. അത് വെച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനും പറ്റും, കുറേ റെസിപ്പികൾ ഉണ്ടാക്കാനും പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സന്തോഷമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു റെസിപ്പീസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഇതിന്റെ റെസിപ്പീസ് ഒക്കെ ഇടാം. വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള റെസിപ്പീസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുക കേട്ടോ. അപ്പൊ ഇത്രയും ഈ ഗോതമ്പ് മാവിനേക്കാളും അല്ലെങ്കിൽ അരിപ്പൊടിക്കാളും അല്ലെങ്കിൽ മൈദ മാവിനേക്കാളും ചോളമാവിനേക്കാളും ഒക്കെ ഒത്തിരി ഒത്തിരി മേലെയാണ് ഈ ഒരു തേങ്ങാമാവ് അല്ലെങ്കിൽ തേങ്ങാപ്പൊടി കൊണ്ടുള്ള ഫ്ലവർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് ഈ ഒരു തേങ്ങാപ്പീര വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അടുക്കളയിൽ എന്നുള്ളത് നമുക്ക് ഉടനെ കാണാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യത്തെ കാര്യം, നമ്മൾ തേങ്ങാപ്പീര സാധാരണ കളയാണ് ചെയ്യുക. ഇനി അത് കളയാതെ നമ്മൾ പിഴിഞ്ഞ വശം നമ്മൾ അതൊരു കണ്ടെയ്നറിനകത്ത്, നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിനകത്ത്, ഒരു പ്ലാസ്റ്റിക് പാത്രമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് പാത്രം ഒന്നും യൂസ് ചെയ്യുന്നില്ല, എല്ലാവരും ചില്ല് പാത്രങ്ങളാണ് യൂസ് ചെയ്യുക. അപ്പോൾ ചില്ല് പാത്രത്തിലോ ഒക്കെ നല്ല ടൈറ്റ് ആയിട്ട് നമ്മൾ അതെടുത്ത് വെച്ച് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ തേങ്ങ എന്തിലൊക്കെ ഇടാറ് അതേപോലെ തന്നെ നമുക്ക് ഈ തേങ്ങാപ്പീരും യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാനിവിടെ തേങ്ങ ഇപ്പം നമ്മൾ ഒരു തോരൻ അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പം ഞാൻ ഈ ഒരു തേങ്ങ നമ്മൾ സാധാരണ തേങ്ങ എടുക്കുന്നതിനേക്കാളും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു നമ്മൾ തേങ്ങാപ്പീര ഫ്രീസറിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതെന്തുകൊണ്ടും അത് നല്ലതാണ്. കാരണം അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഉള്ള ഫാറ്റ് അത് പാലായിട്ട് നമ്മൾ അത് എടുത്തു കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ള തേങ്ങാപ്പീര നമ്മൾ എന്തിനാ അത് വെറുതെ കളയുന്നത്? നമുക്ക് ഇതുപോലെ തോരനുകളിലൊക്കെ നമുക്ക് ഇട്ട് നമുക്ക് നല്ല നല്ല എന്താ പറയുക, കൊളസ്ട്രോൾ ഒന്നും ഇല്ല. നമുക്ക് അതിനെ കുറിച്ച് പേടിയുള്ള ആൾക്കാർക്ക് വളരെ ധൈര്യമായിട്ട് തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗർ കംപ്ലൈന്റ് ഉള്ള ആൾക്കാർക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിന്റെ കംപ്ലൈന്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ടിപ്പ് ഹെൽപ്ഫുൾ ആവും. കാരണം നമുക്ക് ഇനി തേങ്ങയിൽ നമ്മളൊരു ഒരു തോരനൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം ഈ തേങ്ങാപ്പീര ഇട്ടിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഇഷ്ടം പോലെ കഴിക്കാം. വേറൊരു കാര്യമാണ്, തേങ്ങാപ്പീര കൊണ്ട് നമുക്ക് ഒത്തിരി പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മധുരമുള്ള പലഹാരങ്ങൾ, നമുക്ക് ചോക്ലേറ്റ് വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ തേങ്ങാപ്പീര കൊണ്ട്. നമുക്ക് കേട്ട അതിശയം തോന്നും, പക്ഷെ നല്ല ആർക്കും കഴിക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഷുഗർ രോഗികൾ, കൊളസ്ട്രോൾ രോഗികൾ, അവരൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് പേടിച്ചിട്ടല്ല കഴിക്കുക. അന്നെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു ഇത് കഴിച്ചതുകൊണ്ട് കൊളസ്ട്രോൾ കൂടും എന്നുള്ള അത് ഒരു പേടിയും വേണ്ട. ഈവൻ ബ്ലഡ് ഷുഗർ വരെ കുറയ്ക്കാനുള്ള കഴിവുണ്ട് ഈ ഒരു തേങ്ങാപ്പീര കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൊടിക്ക് അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരത്തിന്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഒരു തേങ്ങാപ്പീര കൊണ്ടുള്ള ഒരു പലഹാരം നിങ്ങൾക്കായിട്ട് ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ഒത്തിരി വലിയൊരു വീഡിയോ ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് ഈ ഒരു വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഉടനെ കാണിക്കാം.
ഇനി അടുത്തതാണ് നമ്മൾ ഈ തേങ്ങാപ്പീര കൊണ്ട് നമുക്ക് ക്രംസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പുറമത്തെ ഒരു കോട്ടിങ് വരത്തില്ലേ, നമ്മൾ സാധാരണ അത് ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്യുക. അന്ന് ഇനി ബ്രെഡ് ക്രംസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഇതുപോലത്തെ കൊക്കനട്ട് ക്രംസ് നിങ്ങൾ യൂസ് ചെയ്യുക. നല്ല ടേസ്റ്റ് ആണ്. കൊക്കനട്ടിന്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും നമുക്ക് ആർക്കാ തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ബ്രെഡ് ക്രംസിനേക്കാളും ടേസ്റ്റും ആണ് താനും, എന്നാൽ അത്രയും ദോഷവും ഇല്ല നമ്മൾ ഇത് കഴിക്കുമ്പം. അപ്പോൾ അതിനായിട്ട് തേങ്ങാപ്പീര നല്ലതുപോലെ ഒരു ഫ്രൈങ് പാനിലിട്ട് നല്ലതുപോലെ നമ്മൾ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അത് ചൂടാറി കഴിയുമ്പോൾ ഇതേ ഒരു പരുവത്തിന് ഇരിക്കും, നല്ല കുറച്ച് തരികളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോക്കനട്ട് ക്രംസ് എന്ന് പറയാം. ബ്രെഡ് ക്രംസിനേക്കാളും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇനി ഇതിനകത്ത് പുരട്ടി കൊടുത്തുന്ന നമ്മൾ ബ്രെഡ് ക്രംസിനേക്കാളും ടേസ്റ്റുമാണ്, അന്ന് ഹെൽത്തിയുമാണ് കേട്ടോ. ഇനി അടുത്ത യൂസാണ് ഇതിനി ഞാൻ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഈ തേങ്ങാപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. അത് ഒന്നുമില്ല, നമ്മൾ നല്ലതുപോലെ അതിലത്തെ പാലെല്ലാം നമ്മളത് പിഴിഞ്ഞ് കളയുമല്ലോ. അത് ഉടനെ തന്നെ നല്ല ചൂടായിട്ടുള്ള ചട്ടിയിൽ ഒരു ഫ്രൈങ് പാനോ ഒരു നോൺ സ്റ്റിക്കിന്റെ ഫ്രൈങ് പാനിലിട്ട് നല്ലതുപോലെ ഒരു 15-20 മിനിറ്റോളം നമ്മൾ നല്ലതുപോലെ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസിൽ വെക്കാനുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് സൂര്യൻ്റെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് നല്ല സൺലൈറ്റിൽ അത് പുറത്ത് വെച്ചിട്ട് നമുക്കത് ഉണക്കിയെടുക്കാം. ഞാൻ പക്ഷെ ഇവിടെ നല്ലതുപോലെ ഒരു ഫ്രൈങ് പാനിനകത്ത് ചൂടാക്കി അത് ഡ്രൈ ആക്കാണ് ചെയ്യുന്നത്. അതൊരു 15 മിനിറ്റ് എനിക്ക് എടുത്തുള്ളൂ കേട്ടോ. 15 മിനിറ്റിനകത്ത് നല്ലതുപോലെ ഡ്രൈ ആയി നല്ല പൊടി പോലെ വന്നു. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ഉണ്ടെങ്കിൽ വലിയ ജാറ് യൂസ് ചെയ്യുക, അതല്ല കുറച്ചേ ഉള്ളതെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ജാറ് യൂസ് ചെയ്യുക. അപ്പോൾ അത് ഒരുപോലെ അങ്ങ് നല്ലതുപോലെ പൊടിയായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പീര കൊണ്ടുള്ള കോക്കനട്ട് ഫ്ലവർ ഇവിടെ റെഡിയാണ്. നമുക്ക് ഇത് വെച്ച് ദോശ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു തേങ്ങാപ്പീരയുടെ പൗഡർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒത്തിരി റെസിപ്പീസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഇടുന്നതാണ്, ഞങ്ങളിവിടെ യൂസ് ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് ടേസ്റ്റിന് ഒരു മാറ്റം നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയേക്കാളും ടേസ്റ്റാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇത് ഗുണങ്ങളാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലാണ് താനും ഗോതമ്പ് പൊടിയേക്കാളും കേട്ടോ. മറ്റൊന്നാണ് ഫേസ് മാസ്ക് ഉണ്ടാക്കാന്നുള്ളത്. ഈ തേങ്ങാപ്പീര കൊണ്ട് നമ്മൾ ഇപ്പോൾ ഇതൊരു ജപ്പാനിലൊക്കെ വന്നിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇത് അവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഞാനിത് 2-3 ദിവസം മുന്നേ ഇത് കേട്ടപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്തായിരുന്നു. എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നി കേട്ടോ. നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവും, വളരെയധികം സോഫ്റ്റ് ആവുന്നുണ്ട് നമ്മുടെ സ്കിന്ന് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പൊ അതിനായിട്ട് ഒന്നും ചെയ്യാനില്ല, 2 ടീസ്പൂണോളം ഉള്ള കോക്കനട്ടിന്റെ അല്ലെങ്കിൽ തേങ്ങാപ്പീര കൊണ്ട് ഉള്ള പൊടി. പൊടി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ. അപ്പോൾ ഈ തേങ്ങാപ്പീരയുടെ പൊടി 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. അതേ തുല്യ അളവിൽ തന്നെ നമ്മൾ തേനും ഒഴിക്കണം. പിന്നെ അല്പം അലോവേര ജെല്ലാണ് ഒഴിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ അലോവേര ജെല്ല് എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് ഞാൻ തേങ്ങയും ഈ ഒരു തേങ്ങാപ്പീരയും അതുപോലെ തേനാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ. ഞാനത് കയ്യിൽ ഒന്ന് തേച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനപ്പോൾ ഇത് കയ്യിലൊന്ന് തേച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു റിസൾട്ട് എത്രമാത്രം അത് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് മുഖത്ത് പറ്റിയൊരു 10-15 മിനിറ്റോളം നമ്മളൊന്ന് അത് വെറുതെ വിടുക. അത് കഴിഞ്ഞതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. മുഖം കഴുകുന്നതിന് മുന്നേ ഒരു 2 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുക. ഇതിനകത്തുള്ള തരികൾ നമ്മുടെ സ്കിന്നിനകത്തോട്ട് ഇറങ്ങി നല്ലൊരു സ്ക്രബ്ബറും കൂടിയാണത്. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻസ്റ്റന്റ് ആയിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റും. നമ്മുടെ സ്കിൻ വളരെയധികം സോഫ്റ്റ് ആയിട്ട് വരുന്നത് കാണാം. ഇനി അടുത്തൊരു ടിപ്പാണ്, നമ്മൾ ഷെയ്ക്ക് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം ഉള്ള ഈ ഒരു തേങ്ങാപ്പീര കൊണ്ട് ഉണ്ടാക്കുന്ന പൊടി, അതായത് കോക്കനട്ട് ഫ്ലവർ എന്ന് പറയും, അത് 1 ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. അത് ഭയങ്കരമായിട്ട് നല്ല തിക്കായിട്ട് ഇരിക്കും. അതുപോലെ നമ്മൾ ഐസ്ക്രീം ഒന്നും ചേർക്കേണ്ട അത് അടിക്കുമ്പോൾ. ചിലപ്പോൾ നമ്മൾ ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഐസ്ക്രീം ഒക്കെയാണ് ചേർക്കാറ്. അപ്പോൾ ഐസ്ക്രീമിന് പകരം ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ എടുത്ത് അടിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഷേക്ക് നല്ല തിക്കറായിട്ടിരിക്കും, നല്ല റിച്ച് ആയിട്ടിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ തേങ്ങാപ്പീര കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അതിനെ കൊണ്ടുള്ള യൂസസ് ഇതൊക്കെയാണ്. നിങ്ങളപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പീരിന് കളയരുത്. ഇനി നമുക്ക് തേങ്ങാപ്പീര വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇതിന്റെ റെസിപ്പീസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമുക്ക് ഇതുകൊണ്ടുള്ള ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും ലോ കാർബോ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ ഫാറ്റ് ആയിട്ടുള്ള ഒത്തിരി പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒത്തിരി ഫൈബറൊക്കെ ഉള്ള ഈ ഒരു ഗോതമ്പ് മാവിനേക്കാളും നല്ലതായിട്ടുള്ള ഈ ഒരു കോക്കനട്ട് പൗഡർ അല്ലെങ്കിൽ കോക്കനട്ട് ഫ്ലവർ
ഇനി നമുക്ക് കളയണ്ട. തേങ്ങാപ്പീര കൊണ്ടുള്ള ഉപയോഗങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇനി കളയരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കൂടെ ഉടനെ കാണാം. അഞ്ചിൽ ബൈ.